വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സമോസ ലീഫ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കാണാം. ഈ ഷീറ്റ് കൊണ്ടാണ് ക്രീമി ചിക്കൻ റാപ്പ് ഉണ്ടാക്കിയത്. നമ്മുടെ ഒരു വ്യൂവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കാണിക്കുന്നത്. ആദ്യം ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ 2 കപ്പ് മൈദ ഇടുക. ആവശ്യത്തിന് ഉപ്പുമിട്ട് സാദാ വെള്ളവും ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴയ്ക്കുക. ഇതേപോലെ നന്നായിട്ട് തേച്ച് കുഴയ്ക്കുക. സോഫ്റ്റ് ആകുന്നവരെ നല്ലോണം കുഴയ്ക്കുക. നല്ലവണ്ണം സോഫ്റ്റ് ആയ ശേഷം ഇതേപോലെ നീളത്തിലുരുട്ടി ഉണ്ടയാക്കി മാറ്റാം. ഇനി പരത്തി തുടങ്ങാം. കൗണ്ടർ ടോപ്പിലേക്ക് പൊടിയിട്ട് ഇതേപോലെ പൂരിയുടെ വലുപ്പത്തിൽ പരത്തുക. പരത്തിയതിനു ശേഷം ഓയിൽ എല്ലാ വശത്തും തേക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയിട്ട് ഇത് മാറ്റിവെക്കുക. അതിനുശേഷം അടുത്ത ഉണ്ടയും ഇതേപോലെ തന്നെ പരത്തുക. പരത്തി ആദ്യത്തതിൻ്റെ മുകളിൽ വയ്ക്കുക. അതിനുശേഷം ആദ്യം ചെയ്ത പോലെ തന്നെ ഓയിൽ എല്ലാ വശത്തും തടവി പൊടിയിടുക. ഇതേ വലുപ്പത്തിൽ തന്നെ 4 എണ്ണം പരത്തി അടുക്കി വയ്ക്കുക. ഇതേപോലെ 4 എണ്ണത്തിൻ്റെ അടുത്ത സെറ്റും പരത്തി അടുക്കി വയ്ക്കുക. എല്ലാം അടുക്കി വെച്ചതിനു ശേഷം വീണ്ടും പതുക്കെ സാവധാനം ഏകദേശം ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ പരത്തുക. എല്ലാ വശവും ഒരേപോലെ ആവണം. അതിനുശേഷം ചൂടായ പാനിലേക്ക് ഇടുക. ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ മറിച്ചിടുക. ഏകദേശം ഈ കളർ ആവാനേ പാടുള്ളൂ. അപ്പോൾ തന്നെ ഓരോന്നും വിട്ട് വരാൻ തുടങ്ങും.
അടുത്തതും ഇങ്ങനെ ചുട്ടെടുക്കുക. അതിനുശേഷം ചൂടോടെ ഓരോ ലെയറും ഇളക്കിയെടുക്കുക. നല്ല ക്ഷമയോടെ സാവധാനം വേണം ഇളക്കിയെടുക്കാൻ. ഇതേപോലെ നൈസായിട്ടിരിക്കും. കൈ വരെ കാണാൻ പറ്റും. അത്രയ്ക്ക് നൈസാണ്. കടയിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെയായിപ്പോൾ. ഷേപ്പ് അനുസരിച്ച് ഇനി മുറിച്ചെടുക്കാം. ഈ രണ്ടരികും മുറിക്കുക. ഈ മുറിച്ചെടുക്കുന്നത് ഒരിക്കലും വേസ്റ്റ് ആകുന്നില്ല. ഇതേപോലെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ മടക്കി കട്ട് ചെയ്താൽ സമൂസ ലീഫ് റെഡിയായി. ഇത് ബോക്സിലാക്കി വെക്കുക. അടുത്ത ഷീറ്റ് എടുത്ത് മീറ്റ് റോളിനുള്ള ലീഫ് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 2 ആഴ്ചയോളം കേടുവരാതെ ഇരിക്കും. അങ്ങനെ സമൂസ ലീഫ് റെഡി. സമൂസ മാത്രമല്ല, മീറ്റ് റോൾ, റാപ്പ് ഒക്കെ ഉണ്ടാക്കാം. ഇതുകൊണ്ട് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.